അതിമനോഹരമായ ഭൂപ്രകൃതികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തിരക്കേറിയ ഒരു ഗ്രാമത്തിൽ രാജൻ എന്ന ജ്ഞാനിയായ ഒരു വൃദ്ധൻ ജീവിച്ചിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി രാജന്റെ ജ്ഞാനം പരമ്പരാഗത മാനദണ്ഡങ്ങളെ മറികടന്നു. ഒരു ദിവസം ജീവിതത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് മാർഗനിർദ്ദേശം തേടി ഗ്രാമവാസികൾ അദ്ദേഹത്തെ സമീപിച്ചു. ഒരാംഗ്യത്തോടെ രാജൻ അവരെ ഗ്രാമത്തിൻ്റെ ശാന്തമായ ഒരു കോണിലേക്ക് ക്ഷണിച്ചു. മുല്ലപ്പൂവിൻ്റെ ഗന്ധവും ക്ഷേത്രമണികളുടെ ദൂരെയുള്ള ശബ്ദവും കൊണ്ട് ചുറ്റപ്പെട്ട അദ്ദേഹം തൻ്റെ കഥ ആരംഭിച്ചു. ഒരു കാലത്ത് സാധാരണക്കാർ അസാധാരണമായി കണ്ടുമുട്ടിയ ഒരു സ്ഥലത്ത് ഒരു മാമ്പഴം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ വൃക്ഷം മാമ്പഴം മാത്രമല്ല, സംതൃപ്തമായ ജീവിതത്തിൻ്റെ രഹസ്യവും വഹിച്ചു. പ്രവാസികൾ ആകാംക്ഷയോടെ കുനിഞ്ഞ് കേട്ടിരുന്നു. അപ്പോൾ രാജൻ തുടർന്നു. വീഴുന്ന മാമ്പഴം നിലത്ത് വീഴാതെ പിടിച്ചാൽ അവരുടെ അഗാധമായ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് ഐതിഹ്യം. പക്ഷേ മനസ്സിൻ്റെ പിടിവലി നിൽക്കുമ്പോൾ മാത്രമേ മാങ്ങ വീഴുകയുള്ളൂ. പതിവ് ചിന്തയുടെ ചങ്ങലകളിൽ നിന്ന് നമ്മൾ മുക്തമായാൽ മാത്രം. ഗ്രാമവാസികൾ ആശയക്കുഴപ്പം നിറഞ്ഞ നോട്ടങ്ങൾ കൈമാറി രാജനെ വ്യക്തമാക്കാൻ പ്രേരിപ്പിച്ചു. ബോക്സിന് പുറത്ത് ചിന്തിക്കാൻ, പെട്ടി സ്വന്തം മനസ്സിൻ്റെ പരിധിക്കുള്ളിലാണെന്ന് ആദ്യം തിരിച്ചറിയണം. ഇപ്പോൾ രണ്ട് സുഹൃത്തുക്കളായ അക്ഷയുടെയും മീരയുടെയും കഥ ഞാൻ പങ്കിടട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ വഴിത്തിരിവുകളും ഒരുമിച്ച് സഞ്ചരിക്കുന്ന അക്ഷയും മീരയും ഒരിക്കലും പിരിയാത്ത ചങ്ങാതിമാരായിരുന്നു. ഒരു ദിവസം അവർ നിഗൂഢമായ മാമ്പഴത്തെക്കുറിച്ചും അതിൻ്റെ മാന്ത്രിക ഫലങ്ങളെക്കുറിച്ചും അറിഞ്ഞ് ആവേശം നിറഞ്ഞു. അവർ മരത്തിൻ്റെ സ്ഥാനം കണ്ടെത്താൻ ഒരു യാത്ര ആരംഭിക്കാൻ തീരുമാനിച്ചു. മരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അതിൻ്റെ ഇലകളുള്ള മേലാപ്പിന് കീഴെ മാന്ത്രികതയുടെ വാഗ്ദാനത്താൽ കട്ടിയുള്ള വായു അവർ കണ്ടെത്തി. ഇതിഹാസത്തെ പരീക്ഷിക്കാൻ ആകാംക്ഷയോടെ അക്ഷയ് ശാഖകൾക്ക് താഴെ കൈനീട്ടി. പഴുത്ത മാമ്പഴത്തിൻ്റെ ഇറക്കവും കാത്തു നിന്നു. മിനിറ്റുകൾ മണിക്കൂറുകളായി. എന്നിട്ടും മാങ്ങ വീണില്ല. ഇത് അസംബന്ധം. കൊഴിഞ്ഞു വീഴുന്ന മാമ്പഴം പിടിച്ചാൽ എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകും? എന്നിരുന്നാലും മീര ശാന്തമായ പുഞ്ചിരിയോടെ സാഹചര്യം നിരീക്ഷിച്ചു. ഒരുപക്ഷേ സുഹൃത്തെ, ഇത് മാങ്ങ പിടിക്കുന്നതിലല്ല, മറിച്ച് അത് വീഴുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ആശയക്കുഴപ്പത്തിലാണെങ്കിലും കൗതുകത്തോടെ അക്ഷയ് ചോദിച്ചു, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാമ്പഴങ്ങൾ വീഴുന്നത് അവ തയ്യാറാകുമ്പോഴാണ്, നമ്മൾ ആവശ്യപ്പെടുമ്പോഴല്ല. ജീവിതവും അതിൻ്റെതായ സമയത്താണ് വികസിക്കുന്നത്. ഓരോ നിമിഷവും നിയന്ത്രിക്കുകയല്ല, അസ്തിത്വത്തിൻ്റെ താളം സ്വീകരിക്കുക എന്നതാണ് പ്രധാനം. മീര വിശദീകരിച്ചു. രണ്ട് സുഹൃത്തുക്കളും മീരയുടെ വാക്കുകൾ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇളം കാറ്റ് ഇലകളിൽ തട്ടി ഒരു പഴുത്ത മാമ്പഴം മീരയുടെ കാത്തിരുന്ന കൈകളിലേക്ക് മനോഹരമായി ഇറങ്ങി. കഥയിൽ ആകൃഷ്ടരായ ഗ്രാമീണർ രാജനെ കൗതുകത്തോടെ നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ധാർമ്മികത ലളിതവും എന്നാൽ അഗാധവുമാണ്. വീണുകിടക്കുന്ന മാമ്പഴം പോലെ ജീവിതത്തിൻ്റെ നിധികൾ അസ്തിത്വത്തിൻ്റെ സ്വാഭാവിക ഒഴുക്കിന് കീഴടങ്ങുമ്പോൾ സ്വയം വെളിപ്പെടുത്തുന്നു. നമ്മുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ജീവിതത്തിൻ്റെ പ്രവചനാതീതമായ താളത്തിൽ നൃത്തം ചെയ്യാൻ നമുക്ക് പഠിക്കാം. അതോടെ ഗ്രാമീണരെ ആഴത്തിൽ ചിന്തിപ്പിച്ചുകൊണ്ട് രാജൻ തൻ്റെ കഥ അവസാനിപ്പിച്ചു. അവർ ചിതറിപ്പോയപ്പോൾ ഒരു പുതിയ ജ്ഞാനബോധം അവരെ അനുഗമിച്ചു. മാമ്പഴത്തിൻ്റെ കഥ ഗ്രാമത്തിൽ പ്രതിധ്വനിച്ചു. പരിചിതമായ പെട്ടിയുടെ പരിധിക്കപ്പുറം ചിന്തയുടെ മാന്ത്രികത സ്വീകരിക്കാൻ എല്ലാവരെയും അത് ഓർമ്മിപ്പിച്ചു. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ, യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.